ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യമനികളുടെ വിഷയത്തിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ മെയ് 8-ാം തീയതിക്ക് ശേഷം മെയ് 8-ാം തീയതിക്ക് ഇപ്പുറം അമേരിക്ക ഹൂത്തികളുടെ മേളിൽ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. മെയ് 8-ാം തീയതിക്ക് ഇപ്പുറം മനസ്സിലാക്കിക്കോണേ. അപ്പം ഇതിനപ്പുറം കഴിഞ്ഞ ആഴ്ച ട്രംപ് മിഡിൽ ഈസ്റ്റ് വിസിറ്റ് തുടങ്ങുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഹൗസിൽ ഇരുന്ന് നടത്തിയ പ്രസ് മീറ്റിൽ പറഞ്ഞത് ഹൂത്തികളുമായിട്ടുള്ള പ്രശ്നം അത് ഓക്കെയാണ്, കാരണം അവർ നമ്മുടെ അടുത്ത് ക്ഷമ ചോദിച്ചു, ഇനി അവർ ആക്രമണങ്ങളൊന്നും നടത്തത്തില്ല എന്നുള്ള നിലയിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. പക്ഷേ ട്രംപിൻ്റെ ഇരട്ടത്താപ്പ് നോക്കിക്കോണം. ട്രംപ് എവിടെയും ഈ ഒരു വിഷയം വ്യക്തമായിട്ട് ഹൂത്തികൾ പറഞ്ഞതായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതായത് ട്രംപ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള പ്രസ്താവനകളും ട്രംപ് പറഞ്ഞതുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ വെളിയിൽ വന്നിട്ടില്ല. അതിലുപരിയായിട്ട് ഹൂത്തികൾ ഇപ്പോഴും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ആ റെഡ് സീയുടെ ഭാഗത്ത് ആക്രമണം നടത്തിയതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പം ട്രംപ് ശരിക്കും ഈ ഹൂത്തികളുടെ മേളിൽ നടത്തിയ ആക്രമണം എന്തിനായിരുന്നു? അവർ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഹൂത്തികളുടെ മേളിൽ ആക്രമണം നടത്താൻ വേണ്ടി വന്നത്? ഇപ്പം എന്തിനാണ് 8-ാം തീയതിക്ക് ശേഷം ഒരു രീതിയിലുള്ള ആക്രമണവും നടത്താതെ പിൻവാങ്ങി നിൽക്കുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ മാത്രം 2-3 ആക്രമണങ്ങൾ നടത്തിയായിരുന്നു. ഇതാണ് അമേരിക്കയ്ക്കും ഹൂത്തികൾക്കും ഇടയിൽ നടക്കുന്ന നിലവിലെ ആ ഒരു അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വാർഷിപ്പുകൾ എവിടെയൊക്കെ കിടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മാപ്പ്. ഇതിനകത്ത് 2 സുപ്രധാനമായിട്ടുള്ള വാർഷിപ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിലൊന്ന് താഴെ ഇറ്റലിയുടെ ഭാഗത്ത് കിടക്കുന്നതാണ് USS ഹാരി എസ് ട്രൂമൻ എന്ന് പറഞ്ഞ ആ ഒരു അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ. വമ്പൻ ഭീമനായിട്ടുള്ള ഒരു സാധനമാണ്. ഈ സാധനം ഇപ്പോൾ ഇറ്റലിയുടെ താഴെ എത്തിയിട്ടുണ്ട്. അതായത് ഇത് നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയിലേക്ക് മടങ്ങി പോവുകയാണ്. അതാണ് ആ റൂട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഈ USS ഹാരി എസ് ട്രൂമൻ എന്ന് പറഞ്ഞ ഷിപ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ വരെ കിടന്നത് ഹൂത്തികളുടെ ആ ഒരു റെഡ് സീയുടെ ഭാഗത്താണ് ഇത് കിടന്നത്. മെഡിറ്ററേനിയൻ അഥവാ റെഡ് സീ ആ ഏരിയയിലൊക്കെയാണ് ഇത് കിടന്നത്. അതുപോലെ ഇന്ത്യയുടെ സൈഡിലേക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ USS കാൾ വിൽസൺ എന്ന് പറഞ്ഞ ആ ഒരു ഷിപ്പും നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗത്തോട്ട് കാണാൻ കഴിയും. ബാക്കിയുള്ള ഷിപ്പെല്ലാം നിങ്ങൾ ഈ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് പൗസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഷിപ്പുകൾ വേറെ വേറെ സ്ഥലങ്ങളിലായിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെയും റെഡ് സീയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷൻസ് യമനികളുമായിട്ട് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരവൊന്നുമില്ല. അതൊന്നും ചോദിക്കാനൊന്നും പാടില്ല. അമേരിക്കയ്ക്ക് തോന്നി അമേരിക്ക പോയി അറ്റാക്ക് നടത്തി, അമേരിക്ക മടങ്ങി, അതാണ്. അല്ലാതെ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ പോലെ ഒരു ലക്ഷ്യബോധമൊന്നുമില്ല. അമേരിക്ക അവർക്ക് തോന്നിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റുകൾ നേടിയിട്ട് അവർ മടങ്ങി പോകും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഹൂത്തികളുടെ സ്ലോഗൻ അറിയാമല്ലോ, അമേരിക്കയും ഇസ്രായേലിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ സ്ലോഗൻ തന്നെയാണ്. ഹൂത്തികളുടെ ടാഗ് ലൈൻ അറിയാമല്ലോ. ഹൂത്തികളുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ടാഗ് ലൈൻ. ആ ടാഗ് ലൈൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്കെതിരെ പടപൊരുതാൻ പോകുമ്പോഴത്തേക്കും എത്ര ശക്തമായിട്ടാണ് അവരെ തിരിച്ചടിക്കേണ്ടത്? അമേരിക്ക ശക്തമായിട്ട് തിരിച്ചടിച്ചില്ല, അമേരിക്ക ശക്തമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയില്ല എന്നല്ല എൻ്റെ ക്ലെയിം. അതേപോലെ ഹൂത്തികളെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നതും അല്ല എൻ്റെ ക്ലെയിം. എൻ്റെ ക്ലെയിം റെഡ് സീയിലെ റൂട്ട് വളരെ ക്ലിയർ ആയിരിക്കണം. അതിന് സാധ്യമായോ? അതായത് ഇപ്പോൾ ഹാരി എസ് ട്രൂമൻ മടങ്ങി പോകുന്നുണ്ട്, കാൾ വിൽസൺ അവിടെ നിന്ന് മാറിപ്പോയി, 8-ാം തീയതിക്ക് ശേഷം ഹൂത്തികളുടെ മേലുള്ള ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ റെഡ് സീയിലൂടെ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ ജിയോ പൊളിറ്റിക്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വരേണ്ട ഒരു ചോദ്യമാണ്. കാരണം അമേരിക്ക ഹൂത്തികളെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ ഈ ഒരു ട്രാൻസ്ഷിപ്മെന്റ് റൂട്ടാണ്. ഈ ഒരു ഷോർട്ട് കട്ട് ട്രാൻസ്ഷിപ്മെന്റ് റൂട്ട് ഇപ്പോഴും തർക്കത്തിലാണ്. ഇപ്പോഴും മെജോറിറ്റി ഷിപ്പൊന്നും ഈ റൂട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാൻ തുനിഞ്ഞ 1-2 കപ്പലുകൾക്കെതിരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ഇടപെട്ട 1-2 ദിവസങ്ങൾക്ക് മുമ്പായിട്ട്. പിന്നെ എന്ത് രീതിയിലൊരു സക്സസ് ആണ് ഇതിനകത്ത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ച് നോക്കേണ്ട വിഷയം. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇറാനെതിരെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും അമേരിക്ക പുറപ്പെടുവിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് ഇറാൻ ഞങ്ങളുടെ പരിധിക്ക് വരും, അവർ എൻറിച്ച്ഡ് യുറേനിയം എല്ലാം സറണ്ടർ ചെയ്യാൻ അവർ തയ്യാറാവും എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മാർക്കോ റൂബിയോ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് എൻറിച്ച്ഡ് യുറേനിയം ഡൗൺ ചെയ്യാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മാർക്കോ റൂബിയോ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, പറഞ്ഞിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇനി ട്രംപ് തന്നെ നേരിട്ട് ഇടപെടേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ട്രംപ് ഇറാൻ വിസിറ്റ് ചെയ്യാനും ഇറാനുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നുമായി നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ടും ഇറാൻ വഴങ്ങിയില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന ഇറാനെ
എങ്ങനെ വരുതിക്ക് വരുത്തും? അതായത് ചെറിയൊരു രാജ്യം, ഒരു ചെറിയൊരു എയർപോർട്ടും കുറച്ച് ആൾക്കാരും മലമ്പാകത്ത് താമസിക്കുന്ന കുറച്ച് ആൾക്കാരുമുള്ള ഒരു സന എയർപോർട്ട് ഉൾപ്പെടെയുള്ള ഒരു യമനികളുടെ സെക്ട്. ആ സെക്ടിനെ തന്നെ ഒരു രാജ്യം പോലുമല്ല, ചെറിയൊരു സ്ഥലം കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഒരാൾക്കാർ. ആ ആൾക്കാരെ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പക്ഷത്തിൽ നെഗോസിയേഷൻ ചെയ്ത് മടങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറാനെ ഏത് രീതിയിൽ, അതായത് നെഗോസിയേഷൻ ചെയ്യുന്ന അവസ്ഥ മാത്രമല്ല, നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ നേടേണ്ട കാര്യം ആ കാര്യം നേടാതെയാണ് മടക്കം. അതാണ് ഇതിനകത്ത് ദൗർഭാഗ്യകരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അമേരിക്കയെ എങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മളിപ്പം പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഓരോ പ്രവൃത്തിയും ഓരോ ആക്ടിവിറ്റീസും മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതെല്ലാം കൂടി പറയേണ്ടി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ഘോര ഇങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്. കാരണം എന്താണോ ലക്ഷ്യബോധം, ആ ലക്ഷ്യബോധം നിറവേറാത്ത രീതിയിലുള്ള ഒരു മടക്കം. അതാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ ഇടയിൽ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇറാനെ കൺഫ്രണ്ട് ചെയ്യാൻ പോകുന്നത്? ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഇവരെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യം എൻ്റെ മാത്രമല്ല, ഈ ചോദ്യം ഇസ്രായേലിന്റെയും കൂടിയാണ്. എങ്ങനെയാണ് ഇറാനെ വരുതിക്ക് വരുത്താൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് നറ്റാൻസിലെ ആ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫാക്ടറി ഞങ്ങൾ അറ്റാക്ക് ചെയ്തോട്ടെ എന്നാണ് കുറെ നാൾ കൊണ്ടേ ഇസ്രായേൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക അനുവാദം കൊടുക്കാതെ ഇങ്ങനെ വിസമ്മതിച്ച് നിൽക്കുന്നത്. കാരണം അവർക്കത് സ്ട്രാറ്റജിക് നെഗോസിയേഷൻ പോയിന്റ് ആണ്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അമേരിക്കയെ കൊണ്ട് സാധിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതുമാണ്. അപ്പോൾ എന്താണ് പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് ഇസ്രായേലും ഇപ്പോൾ അമേരിക്കയും തമ്മിൽ 2-3 വിഷയങ്ങളിലായിട്ട് ഈ തർക്കം ഇങ്ങനെ നിലനിന്ന് മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ 2-3 വിഷയങ്ങളിൽ പല കോൺട്രാഡിക്ഷൻസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ടതാണ്. പക്ഷെ അതിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ ഇസ്രായേലിനെ വഴി നോക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. ഹൂത്തികളുടെ ഓപ്പറേഷൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ബൈഡൻ ഉണ്ടായിരുന്ന സമയത്തും ഇത് തുടങ്ങിയതാണ്. വന്നു ഒരു 2-3 ദിവസം എന്തെങ്കിലുമൊക്കെ പടം കാണിച്ചിട്ട് അവർ പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ട്രംപ് വന്നു. ട്രംപും എന്തെങ്കിലുമൊക്കെ ഞാൻ ബൈഡനെ പോലെയല്ല, എൻ്റെ അടുത്ത് നിങ്ങൾ വേല കാണിക്കരുത്, ഞാൻ അങ്ങ് അടിച്ച് പുറത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രംപ് ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു? ട്രംപും മടങ്ങാണ്. അപ്പോൾ ഇതിനൊരു അറുതിയില്ലേ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ റെഡ് സീ ട്രാൻസ്പോർട്ടേഷൻ സ്മൂത്ത് ആയിട്ട് നടത്താൻ കഴിയില്ലേ? ഈ ഒരു ചെറിയ രാജ്യത്തിന് ഈ ഒരു ഭീഷണിക്ക് വഴങ്ങി വേണോ മറ്റുള്ള ട്രാൻസ്ഷിപ്മെന്റുകളെല്ലാം ഇതിൽ കടന്നു പോകാൻ? അവർക്കും കൂടി ഇല്ലീഗലായിട്ട് ചുങ്കം കൊടുത്തോണ്ട് വേണോ ഇനിയിപ്പം ട്രാൻസ്ഷിപ്മെന്റ് നടത്താൻ? ഇതിന്റെ പേരിൽ ട്രാൻസ്ഷിപ്മെന്റുകൾക്ക് ആ ഒരു ഉണ്ടായ ഇൻഷുറൻസിന്റെ വർധനം എത്രയാണ്? അപ്പം ഇതൊന്നും കൺസിഡർ ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി അവർ വാർഷിപ്പുകൾ എടുത്ത് പൂട്ടിക്കെട്ടി അവർ സ്ഥലം വിട്ടു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇസ്രായേലിനെതിരെ ഒരു മുമ്മൂർത്തികൾ ഇറങ്ങിയിട്ടുണ്ട്. മുമ്മൂർത്തികൾ എന്ന് പറയുന്നത് ഫ്രാൻസ്, കാനഡയിലെ മാർക്കറിനെ, അതേപോലെ തന്നെ UK-യിലെ സ്റ്റാർമർ, ഇവർ 3 പേരും 3 മുമ്മൂർത്തികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവർ ഇസ്രായേലിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ട് ശക്തമായിട്ട് എതിർക്കുകയാണ്. എതിർത്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇതൊരു താക്കീതായിട്ട് നിങ്ങൾ കരുതണം ഇസ്രായേൽ. ആര്? ഈ ഫ്രാൻസ്, UK, കാനഡയൊക്കെ പറയുന്നത് താക്കീതായിട്ട് കരുതണം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം, ഇതിൽ നിന്ന് പിന്മാറണം, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മണ്ടന്മാരും ഈ പൊട്ടന്മാരായിട്ടുള്ള യുവമാർക്ക് ഒരു വാക്ക് പോലും ഈ ഒരു ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കണം എന്ന് പറയാൻ യുവമാർക്ക് നാവ് പൊന്തുന്നില്ല. ഇപ്പോഴും ഇസ്രായേലിലെ ബന്ദികൾ അമാരെടുത്തുണ്ടെന്നേ. പിന്നെ എന്തുകൊണ്ടാണ് യുവമാർ ഇതിനെക്കുറിച്ച് മിണ്ടാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പ്രത്യേകിച്ച് UK-യുടെ ഇരട്ടത്താപ്പ് ഒന്ന് ഞാനിപ്പോൾ എക്സ്പോസ് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് UK പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അതേപോലെ ഇസ്രായേലിന്റെ മേലിൽ സാങ്ഷൻസ് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അതിലുപരിയായിട്ട് UK ഇസ്രായേലിന്റെ അംബാസഡറെ വിളിച്ച് വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുകയാണ്. എന്ത് എക്സ്പ്ലനേഷൻ? UK-ക്കെതിരായിട്ടാണോ യുദ്ധം? UK-ക്കെതിരായിട്ടല്ലല്ലോ യുദ്ധം നടത്തുന്നത്. ഇസ്രായേൽ നടത്തുന്നത് തീവ്രവാദികളെ ചെറുക്കാനുള്ള അവരുടെ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടമാണ് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദം ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനെ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തീവ്രവാദത്തിനെതിരെയാണ് അവർ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അവർ അടുത്ത് പറയുന്നത് ഗാസയിൽ ഏതാണ്ട് 1.4 ലക്ഷം ആൾക്കാർക്ക് ഫുഡില്ല, വാട്ടർ ഇല്ല എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റും കൂടി വരുന്നുണ്ട്. ഇസ്രായേലിന്റെ മേലിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ട്രംപ് ഖത്തറിൽ പോയി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് വെസ്റ്റേൺ മീഡിയാസ് പ്രൊപ്പഗൻഡയുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ട്രംപിനെയും കുറേ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇസ്രായേലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ ഖത്തറിൽ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ട്രംപിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതേ ട്രംപ് റഷ്യ അനുകൂലിക്കുന്ന സമയത്ത് ഇവർക്കെല്ലാം എതിരായിരുന്നു. പക്ഷേ ഇപ്പൊ ട്രംപ് ഉക്രൈനുമായിട്ട് മിനറൽ ഡീൽ ഒപ്പിടുകയും ഉക്രൈനുമായിട്ട് 2-3 ഡിസ്കഷൻസ് ഒക്കെ പാസ്സാക്കുകയും ഇപ്പൊ ഇതേപോലെ ഇസ്രായേലിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഇപ്പം ട്രംപ് വേണ്ടപ്പെട്ടവനായി മാറിത്തീർന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം. ഇതിങ്ങനെ ഇരിക്കെ തന്നെ ഇസ്രായേലിനെതിരെ സ്വീഡൻ സാങ്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സ്വീഡൻ. അപ്പൊ ഇങ്ങനെയെല്ലാം മറ്റുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെല്ലാം ഇങ്ങനെ ഇസ്രായേലിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇരട്ടത്താപ്പ് ഇസ്രായേലിന് ആയുധം കൊടുക്കുകയാണ്. ആരാണ്? ബ്രിട്ടൻ, UK, സ്റ്റാർമർ. ഈ ഒരു മാപ്പ് കണ്ടല്ലോ, ഈ ഒരു റഡാർ മാപ്പ് UK-യിലെ ബ്രിസ്നോട്ടനിൽ നിന്ന് ഈ ഒരു ഫ്ലൈറ്റ് കാർഗോ ഷിപ്പ് ടേക്ക് ഓഫ് ചെയ്ത് കറക്റ്റ് സൈപ്രസിലുള്ള ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട, ഇസ്രായേലും UK-യും അമേരിക്കയും തമ്മിൽ ചേർന്ന് ഉപയോഗിക്കുന്ന അവിടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ട്. ആ ബേസിലേക്ക് ആയുധം കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്.
ഈ ഒരു എയർ കാർഗോ ശരിക്കും ഈ വെപ്പൺ ട്രാൻസ്പോർട്ടേഷൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് UK. അപ്പോൾ അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. പക്ഷേ പുറം ലോകത്ത് അവർ സംസാരിക്കുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു റിലേഷൻ, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK ബ്രെക്സിറ്റ് അടിച്ച് പോയിട്ട് എത്രയോ വർഷങ്ങളായി. എന്നിട്ടും അത് ഞങ്ങൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്, ബ്രെക്സിറ്റ് മാത്രമാണ്. അതായത് അവർക്ക് ബിസിനസ് താല്പര്യം, അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ബ്രെക്സിറ്റ് അടിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻസ് എല്ലാം കൂടെ വന്നിട്ട് UK ജോലി ചെയ്യുന്നു, അതുകൊണ്ട് UK നിവാസികൾക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശയത്തിന്റെ പേരിലാണ് അവർ ബ്രെക്സിറ്റ് മേടിച്ചത്. പക്ഷേ ബിസിനസ് താല്പര്യങ്ങളിൽ യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് UK ഇങ്ങനെ യൂറോപ്യന്റെ കാലം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഒരു സൈഡിൽ കൂടെ അവരുടെ ആയുധ കച്ചവടങ്ങളൊക്കെ തകൃതിയായിട്ട് നടത്തുന്നുണ്ട് താൻ. ഇസ്രായേൽ ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് എത്ര രാജ്യങ്ങൾ ഞങ്ങളെ എതിർത്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട്, ആ വിഷൻ ഞങ്ങൾ നടപ്പിലാക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ IDF എന്ന് പറഞ്ഞ ട്രെയിൻഡ് ഫോഴ്സിനെ ഇവിടെ ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഹമാസ് ബന്ദികളെ എല്ലാം റിലീസ് ചെയ്ത് സറണ്ടർ ആവുക. 2, മൊത്തത്തിൽ സറണ്ടർ ആയിട്ട് ഗാസയിൽ നിന്നും പൂർണ്ണമായി ഇവാക്യുവേറ്റ് ആകുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ. പക്ഷേ ഇതിനകത്ത് നമ്പർ 1 ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ബന്ദികളെയും വിട്ടയക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ഫർദർ ഡിസ്കഷൻ ഉള്ളൂ എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അമേരിക്കയല്ല, യൂറോപ്യൻസ് അല്ല, ആര് വന്നാലും തന്നെ ഞങ്ങൾ ഈ ഒരു പോരാട്ടം തുടരുമെന്ന് ശക്തമായി ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലുപരി നിങ്ങൾ ഇപ്പോൾ ഈ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് റഫ, ഖാൻ യൂനിസ് ഇതെല്ലാം തന്നെ ഓൾറെഡി ക്യാപ്ചർഡ് ആണ്. അതിലുപരിയായിട്ട് മറ്റുള്ള ഏരിയ, ആ ഒരു ഏരിയയിലാണ് ഇപ്പം ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അയച്ചുവിടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതായത് ഇവർ കുറച്ചായിട്ട് സ്ഥലം കയറി പിടിക്കുക, എന്നിട്ട് അവിടെ ഈ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചിട്ട് അവർക്ക് ഈ ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ വരുന്ന സ്ഥലത്തിൽ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് എയ്ഡ് കൊടുക്കും ഇസ്രായേൽ. അല്ലാതെ ഗാസ ഫുള്ളായിട്ട് എയ്ഡ് കൊടുക്കുന്ന പ്രശ്നമില്ല. അതും ഇസ്രായേൽ ഉറപ്പിച്ചങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് എയ്ഡ്, ഹമാസിന്റെ കയ്യിൽ നിന്ന് എയ്ഡും കൂടി ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. എയ്ഡ് ഇസ്രായേൽ കൊടുത്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ട്രംപിന് മിണ്ടാട്ടമില്ല. കാരണം എന്താണ്? എയ്ഡ് കിട്ടിയാൽ പോരെ ജനങ്ങൾക്ക്. അതിപ്പം ഹമാസ് തന്നെ കൊടുക്കണം നിർബന്ധമുണ്ടോ? ഇത് ഇസ്രായേൽ കൊടുത്താൽ എയ്ഡ് ആവൂലേ? ജനങ്ങൾ അവിടെ അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. അതേപോലെ ഹമാസിനെതിരെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ പോലെ ഹമാസ് പിരിയിളക്കി വിട്ട പ്രൊട്ടസ്റ്റ് അല്ല. അത് കൂടാതെ തന്നെ ഹമാസിനെതിരെ സ്വമേധയായിട്ട് ഇസ്രായേലിന്റെ കയ്യിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ മേടിച്ച് കഴിച്ചിട്ട് ഹമാസിനെതിരെ ഇപ്പോൾ ജനങ്ങൾ അവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സിറിയ ഒരു നല്ല സ്റ്റേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റലിജൻസ് ഇൻഫർമേഷൻ ലീക്ക് ആയിട്ടുണ്ട്. ആ ഇന്റലിജൻസ് ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് മാർക്കോ റൂബിയോ സെനറ്റ് കമ്മിറ്റിയിൽ, US-ലുള്ള സെനറ്റ് ഫോറിൻ റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇന്റലിജൻസ് ഇൻഫർമേഷൻ ലീക്ക് ആയിരിക്കുന്നത് സിറിയയിലെ ഈ HTS ഭരണകൂടം 2 കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും അതേപോലെ കുർദിഷ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് ഈ ലഡാക്കിയ എന്ന് പറഞ്ഞ് പണ്ട് മുതലേ റഷ്യയുടെ കൺട്രോൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ശരിക്കും ഈ ലഡാക്കിയ ഭാഗത്ത് ഇപ്പം റഷ്യ അവിടെ കൺട്രോൾ ഇല്ല. ആ ഒരു സ്ഥലത്ത് ഇസ്രായേലിന്റെ ആർമിയുമായിട്ട് IDF-ഉമായിട്ട് അവിടെ ചെറിയ കൺഫ്രണ്ടേഷൻ നടന്നിട്ടുണ്ട്. ഈ ഒരു വിഷയം. അതിലുപരിയായിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡമസ്കസിൽ ഈ 2 Iയും 2 Sഉം ഉള്ള ISIS-ന്റെ ആൾക്കാരുടെ ആ ഒരു തീവ്രവാദ പ്രവർത്തനവും അവിടെ സംഭവിച്ചിട്ടുണ്ട്, ആക്രമണം. അപ്പം ഈ തീവ്രവാദ സംഭവം ഈ ഡമസ്കസിന്റെ ഭാഗത്ത് നടന്നത് ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ലഡാക്കിയ ഭാഗത്ത് നടന്നത് മൈനോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സിറിയയ്ക്കുള്ളിൽ ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് വൈകാതെ തന്നെ എന്നാണ് മാർക്കോ റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ പാടെ ഇപ്പം യൂറോപ്യൻ യൂണിയൻ ഇവരുടെ സാങ്ഷൻസ് എല്ലാം എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക ഇവർക്ക് ലോണൊക്കെ സാങ്ഷൻ ചെയ്തുകൊണ്ട് ഇവരുടെ സാങ്ഷൻസ് എല്ലാം എടുത്തു മാറ്റാൻ തയ്യാറാണെന്നുള്ള നിലയിലൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് മീറ്റിംഗ് കൂടെ കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ സിറിയയുടെ വിഷയം കുറച്ചുകൂടെ നീട്ടിവെക്കാനുള്ള ഒരു പ്ലാനാണ് ഇപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ സിറിയയുടെ അഹമ്മദ് അൽ ഷാരയ്ക്ക് കുറച്ചുകൂടെ പേഷ്യൻസിയോട് വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ചാൾ കൂടെ അഭിനയിക്കേണ്ടി വരും. കാരണം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ പൂർണ്ണമായിട്ട് അയാളുടെ ആ ഒരു തീവ്രവാദ സ്വഭാവം നമുക്ക് കാണിക്കാൻ കഴിയുള്ളൂ. അതിന് മുന്നേ ഇപ്പം ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹിഡൻ ആയിട്ടുള്ള സംഗതികളിൽ തന്നെയാണ് ഇപ്പം ഇന്റലിജൻസിൽ നിന്നും ഇങ്ങനെ ഒരു വിവരം ചോർന്നിരിക്കുന്നത്. അതുപോലെ പനാമ ഫ്ലാഗ് വെച്ചുകൊണ്ട് വന്ന ഒരു ഷിപ്പ്, ഇത് UK-യുടെ ഷിപ്പാണ്. ഈ ഷിപ്പ് ശരിക്കും ഇറാൻ റാഞ്ചി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇറാന്റെ അടുത്തോട്ട് വന്ന സമയത്തേക്കും ആ ഷിപ്പ് കാണാനില്ല. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവിടെ GPS ജാമറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറക്ഷൻ ഏതാണെന്നുള്ള നിശ്ചയമില്ല. അങ്ങനെ നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ തന്നെ ഇറാൻ ഈ ഒരു കപ്പലിനെ റാഞ്ചി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് UK-യുടെ കപ്പൽ 2ാമത്തെ തവണയാണ് ഇറാൻ റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നത്. ആദ്യം കൊണ്ടുപോയ കപ്പൽ എന്തായി ഏതായി എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു കപ്പലിനെ കുറിച്ച്, ഈ കാണാതായതിനെ കുറിച്ച് ഇറാൻ യാതൊരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല.
അതുപോലെ ഇത് ഇറാന്റെ അടുത്തുണ്ടെന്നോ അല്ലെങ്കിൽ ഹൂത്തികളുടെ പക്കലുണ്ടെന്നോ ഇത് ആര് കൊണ്ടുപോയെന്നോ ഒരു വിവരവും പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇറാൻ തന്നെയാണോ എടുത്തതെന്നുള്ളത് ക്ലെയിം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഈ ലൊക്കേഷൻ, ഇത് കാണാതായ ഈ ഒരു ലൊക്കേഷൻ മാത്രം ട്രാക്ക് ചെയ്തുകൊണ്ട് വേണം ഇറാനെയോ അല്ലെങ്കിൽ ഹൂത്തികളെയോ ബ്ലെയിം ചെയ്യാൻ. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഈ യു കെക്കൊക്കെ വരുന്നൊരു അവസ്ഥയാണ്. യു കെക്ക് ഇങ്ങനെ വരുള്ളൂ. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ യു കെ ഒരു സൈഡിലൂടെ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കണം, കാരണം അവിടെ മൊത്തം ഇപ്പോൾ ആ രീതിയിലായി കഴിഞ്ഞു യു കെ. കാരണം അവിടെ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിനുള്ളിൽ, ഹൗസ് ഓഫ് കോമൺസിന്റെ ഉള്ളിൽ അവർക്ക് നല്ല രീതിയിൽ മെജോറിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ആടിക്കളിക്കണം. അപ്പോൾ ആ രീതിയിൽ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർമറാണ് ഇപ്പം യു കെയിൽ ഭരണാധികാരി. അപ്പം അതുകൊണ്ട് ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ അവസാനമായിട്ടൊരു പോയിന്റ് കൂടെ പറയാനുള്ളത്, അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അവരുടെ ആ ഒരു യുദ്ധം അവസാനിപ്പിച്ചല്ലോ. അങ്ങനെ അവസാനിപ്പിച്ച് അമേരിക്കൻ മിലിറ്ററിയെ പിൻവലിച്ചു. അപ്പോൾ ആ ഒരു പിൻവലിച്ചതിനെതിരെ ഒരു കേസ് ഇപ്പം അമേരിക്കയുടെ ഉള്ളിൽ പീറ്റർ ഹെക്സത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പുള്ളി പറഞ്ഞിരിക്കുന്നത് ഒരു കേസ് ഓപ്പൺ ചെയ്യാണ്. അതായത് ഈ ഒരു അമേരിക്കൻ ആർമിയെ, ട്രൂപ്പിനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിക്കാൻ എടുത്ത തീരുമാനം ആരുടേതാണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ വിവരങ്ങൾ കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നിലവിലുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ താല്പര്യമായി, ട്രംപ് ഭരണകൂടത്തിന് അമേരിക്കൻ ആർമിയെ ഫുള്ളായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവലിക്കുന്നതിനോട്ട് വിയോജിപ്പുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പം അഫ്ഗാനിസ്ഥാന്റെ റെയർ എർത്ത് എലമെന്റും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് താല്പര്യങ്ങൾ ഇപ്പോൾ ട്രംപിനുണ്ട്. പക്ഷേ ട്രംപ് തന്നെയാണ് ഈ ഒരു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആർമിയെ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചർച്ചയ്ക്ക് ഖത്തറിലൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ നേതൃത്വം വഹിച്ചത്. എന്നിട്ട് ഇപ്പം കിടന്നിട്ട് അതിന് കേസ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അന്ന് അഫ്ഗാനിസ്ഥാൻ കയ്യിലുണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും വേണമെങ്കിൽ അവർക്ക് നിലനിർത്തി പോരാമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് താലിബാന് വിട്ടുകൊടുത്തിട്ട് പോകേണ്ടി വന്നത്. ബൈഡൻ വന്നപ്പോഴത്തേക്കും ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് അവിടെ നിന്നൊരു പിന്മാറ്റം ഉണ്ടായത്. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. ആ രീതിയിൽ ഒരു ആർമിയും ഒരു രാജ്യത്തിൽ നിന്നും പിൻവലിഞ്ഞു പോയില്ല. അങ്ങനെ അത്രയും നാണംകെട്ട അവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക പിൻവലിഞ്ഞു പോയത്. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.